Hello guys, welcome to my channel. എൻ്റെ പേര് അരുൺ മാത്യു. ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് പാസീവ് ഇൻകം, എന്താണ് എൻ്റെ ഫേവറേറ്റ് പാസീവ് ഇൻകം സോഴ്സസ്, ഈ പാസീവ് ഇൻകം സോഴ്സസിൽ നിന്ന് എനിക്ക് എത്ര ക്യാഷാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, ഈ മൂന്ന് കാര്യം ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. എൻ്റെ ഈ വീഡിയോ പുതിയ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഇല്ലാതെ നടക്കില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മെയിനായിട്ട് രണ്ട് തരം ഇൻകം സോഴ്സസ് ആണ് ഉള്ളത്. ഒന്ന് ആക്റ്റീവ് ഇൻകവും, രണ്ടാമത്തെ പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം നമ്മൾ ക്യാഷിന് വേണ്ടി ട്രേഡ് ചെയ്തുണ്ടാക്കുന്ന ഇൻകത്തെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം. ആ സ്പെൻഡ് ചെയ്ത ടൈമിന് നിങ്ങളുടെ എംപ്ലോയർ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ബിസിനസ് നിങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ തരുന്നു. അതാണ് ആക്റ്റീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി ട്രേഡ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഇൻകത്തെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന സേവിങ്സ്, ആ സേവിങ്സിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ്, അത് നല്ലൊരു പാസീവ് ഇൻകത്തിൻ്റെ എക്സാമ്പിളാണ്. കാരണം നിങ്ങൾ ആ ഇൻട്രസ്റ്റിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ആ പൈസ ഡെപ്പോസിറ്റ് മാത്രമാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് തരുന്ന ബാങ്കാണ്. ഇതിൽ നിന്ന് പാസീവ് ഇൻകം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പാസീവ് ഇൻകത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വളരെ സ്കെയിലബിൾ ആണ്. ഈ വീഡിയോ കാണുന്ന മിക്കവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഒരു ആക്റ്റീവ് ഇൻകം ആയിരിക്കും. അതായത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ 8 അല്ലെങ്കിൽ 9 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു, അതിന് നിങ്ങളുടെ എംപ്ലോയർ ഒരു കോമ്പൻസേഷൻ തരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഒരു ദിവസം ആകെ 24 മണിക്കൂറാണ് ഉള്ളത്. ഈ 24 മണിക്കൂറിൽ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങും, ബാക്കി 16 മണിക്കൂറാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. സോ നിങ്ങൾക്ക് ഈ ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഈ 16 മണിക്കൂറിന് ഉള്ളിലാണ്. പക്ഷേ പാസീവ് ഇൻകം അങ്ങനെയല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 റെന്റൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അതിൽ നിന്ന് നിങ്ങൾ റെന്റ് കളക്ട് ചെയ്യുന്നു. ഒരു 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരു 10 റെന്റൽ പ്രോപ്പർട്ടിയും കൂടി വാങ്ങിച്ചു. സോ ഇപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 20 റെന്റൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ബേസിക്കലി നിങ്ങളുടെ ഇൻകം നിങ്ങൾ ഡബിൾ ചെയ്തു. ഈ ഇൻകം നിങ്ങൾക്ക് ഡബിൾ ചെയ്യാൻ സാധിച്ചത് ഇവിടെ ടൈം എന്ന ലിമിറ്റേഷൻ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ലോകത്തിലെ പല സമ്പന്നന്മാരുടെ മെയിൻ ഇൻകം സോഴ്സ് പാസീവ് ഇൻകം സോഴ്സ് ആണ്. കാരണം അവർക്കറിയാം ദ മോസ്റ്റ് വാല്യുബിൾ asset in this world is not money, it's time. നമ്മൾ മലയാളികൾ നമുക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കായി നമ്മൾ വേറെ രാജ്യത്ത് പോയി നമ്മൾ ജോലി ചെയ്യും. പിന്നീട് നമുക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത്, ഇനി ശകലം നാൾ നമുക്ക് നാട്ടിൽ പോയിട്ട് നമ്മുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. പക്ഷേ മിക്ക സമയത്തും അത് സംഭവിക്കാറില്ല. കാരണം മിക്ക പ്രവാസികളുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഒരു ആക്റ്റീവ് ഇൻകം സോഴ്സ് ആയിരിക്കും. സോ അവർക്ക് നാട്ടിൽ പോയാൽ അവരുടെ ഇൻകം സ്റ്റോപ്പ് ആവും. ഈ സെയിം തോട്ട് പ്രോസസ്സാണ് എന്നെ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഐ ഓൾവേസ് വാണ്ട് മൈ മണി ടു വർക്ക് ഫോർ മീ നോ മാറ്റർ വെയർ ഐ ആം. ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ മണി എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് 6 മാസത്തേക്ക് പോവുകയാണെങ്കിലും എൻ്റെ ഇൻകം സ്റ്റോപ്പ് ആകുമ്പോൾ ഐ വാണ്ട് ടു കീപ് മേക്കിംഗ് മണി. ദാറ്റ്സ് വൈ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ പാസീവ് ഇൻകം. സോ എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് പാസീവ് ഇൻകം സോഴ്സ് ആമസോൺ FB ആണ്. FBS സ്റ്റാൻഡ്സ് ഫോർ ഫുൾഫിൽമെൻറ്റ് ബൈ ആമസോൺ. ഞാൻ ആദ്യം ഈ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തരാം. എന്നിട്ട് എനിക്ക് ഈ ബിസിനസ് മോഡൽ വഴി എത്ര ഇൻകമാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് എന്നും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങളെല്ലാവരും ആമസോൺ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആമസോണിൽ നിന്ന് പല ഐറ്റംസും വാങ്ങിച്ചിട്ടുമുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ ആമസോൺ വഴിയാണ് ഈ പ്രൊഡക്ട്സ് വാങ്ങിച്ചെങ്കിലും ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്ത് ആമസോണിലെ എന്നെപ്പോലെ ശകലം പ്രൈവറ്റ് സെല്ലേഴ്സ് ആയിരിക്കും. ആമസോണിൻ്റെ ബിസിനസ് മോഡൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ആമസോൺ വെബ്സൈറ്റ് വഴി വിൽക്കണമെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് ആമസോൺ വെയർഹൗസിലേക്ക് ഷിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഷിപ്പ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റിംഗ് നിങ്ങൾ ആമസോൺ വെബ്സൈറ്റിൽ ആക്റ്റീവ് ആക്കുക. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ഇമേജ്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം ആമസോൺ വെബ്സൈറ്റിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആമസോൺ വെബ്സൈറ്റ് വഴി വാങ്ങും. സോ ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഷിപ്പിംഗ്, കസ്റ്റമർ റിട്ടേൺസ്, കസ്റ്റമർ എക്സ്ചേഞ്ച് ഇതെല്ലാം ആമസോൺ നിങ്ങൾക്ക് വേണ്ടി ഡീൽ ചെയ്യും. സോ അത് കാരണമാണ് ആമസോൺ നല്ലൊരു പാസീവ് ഇൻകം സോഴ്സ് എന്ന് പറയാൻ കാരണം. സോ ആമസോൺ സെല്ലർ പ്ലാറ്റ്ഫോം ഒരു ആമസോൺ സെല്ലർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. നിങ്ങൾക്ക് ആലോചിച്ചറിയാം, ആമസോൺ 100-ലധികം രാജ്യങ്ങൾക്കുണ്ട്. സോ ഒരു ആമസോൺ സെല്ലർക്ക് അവരുടെ ഒരു ലിസ്റ്റിംഗ് 100 രാജ്യങ്ങളിൽ ലിസ്റ്റ് ചെയ്യാം. ഈ ആമസോൺ സെല്ലറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന അവർക്ക് സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം. നമുക്കൊരു എക്സാമ്പിളായിട്ട് ഈ മഗ് എടുക്കാം. എനിക്ക് ഈ മഗ് കനേഡിയൻ മഗ് എന്ന ബ്രാൻഡ് നെയിമിൽ സെല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാനുഫാക്ചറിൻ്റെ അടുത്ത് എനിക്ക് ഡിസ്കസ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് ഈ പ്രോഡക്റ്റ് എനിക്ക് മാനുഫാക്ചർ ചെയ്യാം. എന്നിട്ട് എനിക്ക് ഇത് എൻ്റെ മാനുഫാക്ചറോട് പറയാം, ഇത് 100-ലധികം രാജ്യങ്ങളിലേക്ക് ഇത് ഷിപ്പ് ചെയ്യും. എനിക്ക് ഇതിൻ്റെ ഷിപ്പിംഗ് ലേബിൾ മാത്രം പ്രൊവൈഡ് ചെയ്ത് ചോദി. സോ എൻ്റെ മാനുഫാക്ചർ ഇത് ആമസോൺ വെയർഹൗസിലേക്ക് ഡയറക്റ്റായിട്ട് ഷിപ്പ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ ആമസോൺ നോക്കിക്കോളും. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ഷിപ്മെൻറ്റ്, ഈ പ്രൊഡക്റ്റിൻ്റെ റിട്ടേൺസ്, ഈ പ്രൊഡക്റ്റിൻ്റെ എക്സ്ചേഞ്ച് ഇതെല്ലാം ആമസോൺ നോക്കിക്കോളും. എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആമസോണിന് സെല്ല് ചെയ്യാനുള്ള ഇൻവെൻറ്ററി എത്തിച്ചു കൊടുക്കുക. സോ ഈ ബിസിനസ് മോഡലിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി. കാരണം പണ്ട് ഒരു ട്രഡീഷണൽ റീറ്റെയിലേഴ്സിന് ഒരു ടൗണിൽ ഒരു ഷോപ്പ് ഓൺ ചെയ്യും. ഈ ഷോപ്പിൻ്റെ മെയിൻ കസ്റ്റമേഴ്സ് ആ ടൗണിലുള്ള കസ്റ്റമേഴ്സാണ്. പക്ഷേ 100-ലധികം രാജ്യങ്ങളിൽ ആമസോൺ ഉള്ള കാരണം എൻ്റെ ഈ ചെറിയൊരു മഗ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂജ് പോപ്പുലേഷനാണ്. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എൻഡ്ലെസ് ആണ്. അത് കാരണമാണ് ഈ ആമസോൺ സെല്ലേഴ്സ് ഒരു മാസം $1 മില്യൺ അല്ലെങ്കിൽ $2 മില്യൺ സുഖമായിട്ട് ക്ലിയർ ചെയ്യുന്നത്. ഇനി ആമസോൺ വഴി എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ
ഇൻകം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ കാണുന്നതാണ് എൻ്റെ ആമസോൺ സെയിൽസ്. ഞാൻ ആമസോൺ US മാത്രമാണ് സെല് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സെയിൽസ് തുടങ്ങിയത് ഒക്ടോബർ 29, 2020 പിന്നെ ഞാൻ 2020 ഡിസംബർ 9 വരെ സെല് ചെയ്തു. അത് കഴിഞ്ഞ് ഇൻവെൻറ്റോറി തീർന്നുപോയി. പിന്നെ ഞാൻ സെല് ചെയ്ത് ഡിസംബർ 21 തൊട്ട് ഫെബ്രുവരി 16 വരെയാണ്. സോ എൻ്റെ ടോട്ടൽ യൂണിറ്റ്സ് ഞാൻ സെല് ചെയ്തത് 993 യൂണിറ്റ്സ് ആണ്. എൻ്റെ ടോട്ടൽ സെയിൽസ് വരുന്നത് $10,000 and $611 ഇത് US ഇത് കനേഡിയൻ ഒരു 13 അല്ലെങ്കിൽ 14,000 ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ എൻ്റെ പ്രൊഡക്ട്സിന് ആമസോണിൽ നല്ല റിവ്യൂസ് ആണ് ഉള്ളത്. ഓൾമോസ്റ്റ് 200 റിവ്യൂസ് എത്തിയിട്ടുണ്ട്. 1000 റിവ്യൂസിന് മുകളിലാകുമ്പോൾ എൻ്റെ ഈ പ്രൊഡക്റ്റ് വേറെ രാജ്യത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. കാണിച്ചേക്കുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ആണ്. ഈ പ്രൊഡക്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് അല്ല. ഒരു ആമസോൺ സെല്ലറുടെ ആവറേജ് പ്രൊഡക്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 20 to 30% ആണ്. എൻ്റെ ഈ ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പാസീവ് ഇൻകം സോഴ്സിലേക്ക് പോകാം. എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് പാസീവ് ഇൻകം സോഴ്സ് ഡിവിഡൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിവിഡൻസ് എന്താണെന്ന്. എന്നാലും നമുക്ക് ഡിവിഡൻസിൻ്റെ ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ പൈസ ആവശ്യം വരുമ്പോൾ ആ കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യും. നമ്മൾ ആ ഷെയർസ് ആ കമ്പനിയുടെ നിന്ന് വാങ്ങുമ്പോൾ ആ പൈസ വെച്ച് കമ്പനി ബിസിനസ് ചെയ്യും. ഈ ബിസിനസ് ചെയ്ത് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് കമ്പനിക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് ഈ പ്രോഫിറ്റ് മൊത്തം ഈ കമ്പനിയിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് പ്രോഫിറ്റിൽ നിന്ന് ഒരു സർട്ടൺ പെർസെൻറ്റേജ് അത് ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. ബാക്കി പ്രോഫിറ്റ് ഈ കമ്പനിക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം. സോ അതാണ് ഡിവിഡൻഡ്. മിക്ക കമ്പനീസും ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ക്വാർട്ടർലി ആയിരിക്കും. പക്ഷേ ചില കമ്പനീസ് അത് മന്ത്ലി പേ ചെയ്യും, ചില കമ്പനീസ് അത് ആനുവലി പേ ചെയ്യും. ഒരു കമ്പനി ഒരു ഷെയറിന് 10 സെന്റ് ആണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതെങ്കിൽ ആ കമ്പനിയുടെ 100 ഷെയർ നിങ്ങൾ ഓൺ ചെയ്താൽ ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ് $10 ആയിരിക്കും. ഒരു ഡിവിഡൻഡ് സ്റ്റോക്ക് ഓൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിരിക്കും. നിങ്ങൾ ആ കമ്പനിയുടെ സ്റ്റോക്ക് എക്സ് ഡിവിഡൻഡ് റേറ്റിന്റെ അന്നോ അല്ലെങ്കിൽ ആ ദിവസം കഴിഞ്ഞാണ് ഓൺ ചെയ്യണമെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡിവിഡൻഡ് പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊക്കക്കോളയുടെ ഡിവിഡൻഡ് ലാസ്റ്റ് അവർ പേ ചെയ്തത് ഏപ്രിൽ 1 തീയതിയായിരുന്നു. ഈ കൊക്കക്കോളയുടെ എക്സ് ഡിവിഡൻഡ് റേറ്റ് മാർച്ച് 12 സോ ഈ കൊക്കക്കോളയുടെ സ്റ്റോക്ക് നിങ്ങൾ മാർച്ച് 11 ആണ് ഓൺ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ 1 ഡിവിഡൻഡ് പേയ്മെന്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഇത് മാർച്ച് 12 അല്ലെങ്കിൽ മാർച്ച് 12 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡിവിഡൻഡ് പേയ്മെന്റ് കിട്ടില്ല. ഇനി ഞാൻ ഈ എക്സ് ഡിവിഡൻഡ് റേറ്റ് നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ പറ്റണതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇത് കൊക്കക്കോളയുടെ ഷെയർ ആണ്. ഞാനിത് ഓപ്പൺ ചെയ്തേക്കുന്നത് യാഹൂ ഫൈനാൻസിലാണ്. കാണുന്ന സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ എക്സ് ഡിവിഡൻഡ് റേറ്റ് കാണാം. സോ ഈ കാണുന്ന ഡീഡ് അവിടെ നിങ്ങൾ കേഴ്സർ വയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റ് കാണാം. ഇവിടെ കാണുന്ന ഡേറ്റ് മാർച്ച് 12, 2021 സോ അതാണ് ഈ കമ്പനിയുടെ എക്സ് ഡിവിഡൻഡ് റേറ്റ്. ഇതിന് മുന്നത്തെ എക്സ് ഡിവിഡൻഡ് റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീഡ് അവിടെ നിങ്ങൾ കേഴ്സർ വെച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇതിന് മുന്നത്തെ എക്സ് ഡിവിഡൻഡ് റേറ്റ് നവംബർ 30, 2020 ആയിരുന്നു. സോ എക്സ് ഡിവിഡൻഡ് റേറ്റ് കാണാൻ വളരെ സിമ്പിളാണ്. സോ അടുത്ത എനിക്ക് പറയാനുള്ള ഡ്രിപ്പിനെ പറ്റിയാണ്. ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് റീ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് ഒരു കമ്പനി അവരുടെ ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം അത് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിവിഡൻഡ് അരിസ്ട്രോക്രാറ്റിക് കമ്പനിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് അരിസ്ട്രോക്രാറ്റ് എന്ന് പറഞ്ഞാൽ S&P 500 കഴിഞ്ഞ 25 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് പേ ചെയ്ത കമ്പനീസിനെയാണ് ഡിവിഡൻഡ് അരിസ്ട്രോക്രാറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനിയിൽ നിങ്ങളുടെ പൊസിഷൻ നിങ്ങളുടെ നമ്പർ ഓഫ് ഷെയർസ് വരും കാലങ്ങളിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിവിഡൻഡ് റീ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന് ഓപ്റ്റ് ചെയ്യാം. അതായത് എല്ലാ പ്രാവശ്യവും കൊക്കക്കോള ഡിവിഡൻഡ് നിങ്ങൾക്ക് പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കിട്ടില്ല, നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് കിട്ടും. സോ ഈ ഡ്രിപ്പ് ലോങ് ടേം ഡിവിഡൻഡ് ഗ്രോത്തിന് വളരെ നല്ലൊരു ഓപ്ഷനാണ്. സോ ഇനി എനിക്ക് ഡിവിഡൻഡ് വഴി ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഇൻകം നിങ്ങളോടുമായി ഷെയർ ചെയ്യാം. സോ ഈ കാണുന്നതാണ് എൻ്റെ ഡിവിഡൻഡ് ഇൻകം. ഇത് 2018 മുതൽ 2021 വരെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2021 ജാനുവരി തൊട്ട് ഏപ്രിൽ വരെ എൻ്റെ ടോട്ടൽ ഡിവിഡൻഡ് ഇൻകം എന്ന് പറഞ്ഞാൽ $146 ആണ്. 2018 തൊട്ട് 2021 വരെ എനിക്ക് കിട്ടിയ ടോട്ടൽ ഡിവിഡൻഡ് ഇൻകം എന്ന് പറഞ്ഞാൽ $601 ആണ്. പിന്നെ ഈ 2021 മാർച്ചിൽ എനിക്ക് കിട്ടിയ ടോട്ടൽ ഡിവിഡൻഡ് ഇൻകം $26.50 ആണ്. ഇനി നമുക്ക് എൻ്റെ അടുത്ത ഫേവറേറ്റ് പാസീവ് ഇൻകത്തിലേക്ക് പോകാം. എൻ്റെ അടുത്ത ഫേവറേറ്റ് പാസീവ് ഇൻകം സോഴ്സ് റെന്റ് ആണ്. എനിക്ക് റെന്റിനെ പറ്റി അധികം സംസാരിക്കാനില്ല. പക്ഷെ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി ഏത് ടൈപ്പ് പ്രോപ്പർട്ടിയാണ്, പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻകം എത്രയാണ്, ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് വരുന്ന എക്സ്പെൻസ് എത്രയാണ്, ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. സോ എൻ്റെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ്, അതൊരു വീടാണ്. ആ യൂണിറ്റിൽ നിന്ന് എനിക്ക് ഒരു മാസം റെന്റ് കിട്ടുന്നത് $700 ആണ്. ഈ $700 എനിക്ക് വരുന്ന മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ഗാർബേജ്, ടാക്സസ്, ഇൻഷുറൻസ്, ഈ മൂന്നുമാണ് എൻ്റെ മെയിൻ എക്സ്പെൻസ്. ഈ 3 എക്സ്പെൻസും കൂടെ ടോട്ടൽ ചെയ്ത് വരുന്നത് ഓൾമോസ്റ്റ് $300 ആണ്. സോ ഒരു മാസം ഈ റെൻ്റൽ പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് നെറ്റ് ചെയ്യാൻ പറ്റുന്ന $400 ആണ്. പക്ഷേ ഈ $400 ഒരു ടാക്സബിൾ ഇൻകം ആണ്. ഈ $400 എനിക്ക് ടാക്സ് അടക്കേണ്ടി വരും. പക്ഷേ ഈ $400 എതിരെ എനിക്ക് ഡിപ്രീസിയേഷനും അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് വർക്കും എനിക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. നിങ്ങൾക്കൊരു റെൻ്റൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് റെൻ്റ് ഔട്ട് ചെയ്യണേക്കാൾ ലാഭം നിങ്ങൾക്ക് ഒരു ഡുപ്ലെക്സ് അല്ലെങ്കിൽ ട്രൈപ്ലെക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ്
വിത്ത് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് റെൻ്റ് ഔട്ട് ചെയ്യാനായിരിക്കും ലാഭം. കാരണം എ ബിൽഡിംഗ് വിത്ത് മൾട്ടിപ്പിൾ യൂണിറ്റ്സിന് എക്സ്പെൻസസ് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു എ ഹൗസ്. ഇനി നമുക്ക് എൻ്റെ ലാസ്റ്റ് ഫേവറേറ്റ് പാസീവ് ഇൻകത്തിലേക്ക് പോകാം. സോ എൻ്റെ ലാസ്റ്റ് ഫേവറേറ്റ് പാസീവ് ഇൻകം സോഴ്സ് ലെൻഡിംഗ് ലൂപ്പ് ആണ്. ലെൻഡിംഗ് ലൂപ്പ് ഒരു ഓൺലൈൻ ലെൻഡിംഗ് വെബ്സൈറ്റ് ആണ്. കാനഡയിലുള്ള സ്മോൾ ബിസിനസ്സിൽ ലെൻഡിംഗ് ലൂപ്പ് വഴി ലോണിന് അപ്ലൈ ചെയ്യാം. ഈ അപ്ലൈ ചെയ്ത ലോൺ ലെൻഡിംഗ് ലൂപ്പിൻ്റെ ഓൺലൈൻ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഡിസ്പ്ലേ ചെയ്യും. നിങ്ങൾക്ക് ഈ ലോണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ ലെൻഡിംഗ് ലൂപ്പ് പ്ലാറ്റ്ഫോമിൽ വഴി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ പോയാൽ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ്, ഈ കമ്പനി എന്തിനാണ് ഈ ലോൺ ഉപയോഗിക്കുന്നത്, ഈ കമ്പനി എത്ര നാളുകൊണ്ട് ഇത് തിരിച്ചടയ്ക്കും, ഈ കമ്പനിക്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, ഇതെല്ലാം ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഈ ലോണിലേക്ക് $25 മുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലെൻഡിംഗ് ലൂപ്പ് ഈ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞ് ലെൻഡിംഗ് ലൂപ്പ് ഈ എമൗണ്ട് ബോറോവർക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് എല്ലാ മാസവും ഈ പേയ്മെന്റ് ലെൻഡിംഗ് ലൂപ്പ് ബോറോവറിനെ ഡിഡക്ട് ചെയ്ത് ഈ ലോണിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് എല്ലാ മാസവും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഈ പ്രോസസ്സിൽ ലെൻഡിംഗ് ലൂപ്പ് ഒരു ചെറിയ ഫീസും ഈടാക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ലെൻഡിംഗ് ലൂപ്പിൻ്റെ പ്രോഫിറ്റ്. ലെൻഡിംഗ് ലൂപ്പിൻ്റെ ബെസ്റ്റ് ഫീച്ചർ ഓട്ടോ ലെൻഡ് ആണ്. അതായത് ലെൻഡിംഗ് ലൂപ്പിൽ ഒരു ലോൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ ലെൻഡിംഗ് ലൂപ്പ് എനിക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി ആ ലോണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. എൻ്റെ ലോൺസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ലെൻഡിംഗ് ലൂപ്പിൽ ഏതെങ്കിലും ലോൺ A+ അല്ലെങ്കിൽ B+ന്റെ ഇടയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് $25 ഇൻവെസ്റ്റ് ചെയ്യാനാണ്. സോ എനിക്ക് ലെൻഡിംഗ് ലൂപ്പിൻ്റെ അക്കൗണ്ട് ഓൺലൈനിൽ പോയി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെൻഡിംഗ് ലൂപ്പ് എനിക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി ആ ലോണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. പിന്നെ ലെൻഡിംഗ് ലൂപ്പിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെൻഡിംഗ് ലൂപ്പ് വഴി നിങ്ങൾ ഉണ്ടാകുന്ന എനിക്കൊരു ടാക്സബിൾ ഇൻകമാണ്. എല്ലാ വർഷവും ലെൻഡിംഗ് ലൂപ്പ് ഒരു T4 നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് ലെൻഡിംഗ് ലൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് റെഫറൽ ലിങ്ക് ഇടാം. നിങ്ങൾ ലെൻഡിംഗ് ലൂപ്പിൽ $1000 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും എനിക്കും $25 റെഫറൽ ബോണസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ലെൻഡിംഗ് ലൂപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെറും $25 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ലെൻഡിംഗ് ലൂപ്പിൽ മന്ത്ലി ഫീസോ അങ്ങനത്തെ ഒരു ഫീസും ഇല്ല. പക്ഷേ ആകെ അവർ പിടിക്കുന്ന സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമേഴ്സ് ലോൺ റീപേയ്മെന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവർ പിടിക്കും. ഇനി ഞാൻ നിങ്ങളോട് എനിക്ക് ലെൻഡിംഗ് ലൂപ്പ് വഴി ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഇൻകം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. സോ ഇതാണ് എൻ്റെ ലെൻഡിംഗ് ലൂപ്പ് പ്ലാറ്റ്ഫോം. ഞാൻ ഈ അക്കൗണ്ടിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് $1000 ആണ്. സോ ഈ $1000 എനിക്ക് കിട്ടിയ റിട്ടേൺ $307 ആണ്. ഈ $1000 എനിക്ക് കിട്ടിയ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 12.6% ആണ്. നിങ്ങളെ കാണിക്കാനുള്ള എൻ്റെ ഓട്ടോ ലെൻഡ് ഫ്യൂച്ചറാണ്. സോ റൈറ്റ് നൗ ഞാൻ ഓട്ടോ ലെൻഡ് എനേബിൾ ചെയ്തിരിക്കുകയാണ്. അതായത് ലോൺ ഗ്രേഡ് വിത്ത് A+ അല്ലെങ്കിൽ A അല്ലെങ്കിൽ B+ അങ്ങനെ ഒരു ലോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോണിലേക്ക് $25 ഇൻവെസ്റ്റ് ചെയ്യാനാണ് എൻ്റെ ഓട്ടോ ലെൻഡ് എനേബിൾ ചെയ്തേക്കുന്നത്. അടുത്ത എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള എൻ്റെ ലോൺ ലിസ്റ്റിംഗ് ആണ്. റൈറ്റ് നൗ ലെൻഡിംഗ് ലൂപ്പ് ഒരു ലോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ലോൺ ഒന്ന് കണ്ടു നോക്കാം. സോ ഈ ലോൺ $300,000 ഇതിൻ്റെ ടേം 5 years ആണ്. ഇതിൻ്റെ റിസ്ക് B+ ആണ്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 12.8 ആണ്. കോൺഫിഡൻഷ്യൽ റീസൺ കാരണം ഞാൻ ഈ കമ്പനിയുടെ പേര് കാണിക്കുന്നില്ല. സോ ഈ ലോൺ ലിസ്റ്റിങ്ങിൻ്റെ ഇവിടെ ഒരു ക്യാഷിൻ്റെ സൈൻ കണ്ടാൽ അറിയാം ഈ ലോണിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓട്ടോ ലെൻഡ് ഞാൻ സെറ്റ് ആയിരിക്കണേ A അല്ലെങ്കിൽ A+ അല്ലെങ്കിൽ B+. സോ ഈ ലോൺ B+ലാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അത് കാരണം ഈ ലോണിലേക്ക് ഞാൻ $25 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതോടെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു Facebook ലിങ്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബി കൈൻഡ്.